ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. 2019-20 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള കാമറൂൺ താരമാണ് റഫേൽ മെസ്സി ബൗളി. പിന്നീട് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ISLലേക്ക് തിരിച്ചെത്തിയിരുന്നു. അതായത് ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയായിരുന്നു. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 7 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകൾ നേടിയിട്ടുണ്ട്, ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയ കോൺട്രാക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കോൺട്രാക്റ്റ് പുതുക്കാൻ ഈസ്റ്റ് ബംഗാൾ തയ്യാറായിട്ടില്ല. അതായത് നിലവിൽ മെസ്സി ബൗളി ഫ്രീ ഏജന്റ് ആണ്. ഇപ്പോഴിതാ മറ്റൊരു ISL ക്ലബ്ബായ ചെന്നൈയിൻ FC അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ നെറ്റ്വർക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മെസ്സി ബൗളിയുമായി അവരിപ്പോൾ ചർച്ചകൾ നടത്തുന്നു. അത് ഒരു തുടക്ക ഘട്ടത്തിലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു റൂമർ മാത്രമാണ്. കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ ചെന്നൈയിൻ FC വളരെ സജീവമായി കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, കാൾ മക്ഹ്യൂഗിനെ അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കാർലോസ് ഡെൽഗാഡോയെ അവർ കൊണ്ടുവന്നേക്കും എന്ന റൂമറുകൾ സജീവമാണ്. അതിന് പിറകെയാണ് മെസ്സി ബൗളിക്ക് വേണ്ടി അവരിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ പരിശീലകനായ ക്ലിഫോർഡ് മിറാണ്ട ഇപ്പോൾ ചെന്നൈയിൻ FCയുടെ പരിശീലകനായിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. സൂപ്പർ കപ്പിന് മുന്നേ ടീമിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെന്നൈയിൻ FC ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും മെസ്സിയെ അവർ സ്വന്തമാക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻപ് 17 മത്സരങ്ങളാണ് ഈ താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 8 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.